മെല്ലെ കുത്തണം, വേറെറ്റ് പോയ പണി പാളും. ജീവ, ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ, ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ. മതി അമ്മ മധുരം കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഓ, മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ നീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലതും കഴിക്കാൻ നോക്ക്. കണ്ടാ പറയേല 25 വയസ്സായി. അത് ശരിയാ, ഈ ശരീരം വെച്ചോള് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. എന്നതാ നീ പറഞ്ഞത്? നീ പ്രസവിക്കത്തില്ലെന്നോ? എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി, അവൾ ഉദ്ദേശിച്ചത്. നീ ഉണ്ടായിട്ടാ വിൻസെന്റെ, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോണ്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി? റീതാമ്മ ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇത് എന്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവാ, നിനക്കും കൊച്ചുങ്ങൾ വേണ്ടെന്നാണോ? അമ്മച്ചി, ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം? കൊച്ചുങ്ങളെ പിറന്നത് നോക്കി അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്ന് ആ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ തന്നെ. അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻസ് ആരുടെയാ? ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല, ഇത് മറ്റേതാണ്, ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ? Each evening, regular as clockwork, Dad comes home and takes over for the. മോളെ, ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മേനെ സ്വപ്നവും കാണുമായിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാരും പറഞ്ഞു ഈ കണ്ണും മൂക്കും ഒക്കെ എൻ്റെ അമ്മനെ പോലെയായിരുന്നു. പക്ഷെ എനിക്കത് നീ വളരുന്നത് വരെ തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് സ്കൂളിലൊരു പരിപാടിക്ക് നീ സാരി ഉടുത്ത് വന്നില്ലേ, ശരിക്കും എൻ്റെ അമ്മ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? എടി, നാളെ നിനക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ, ആ കുഞ്ഞിന് എൻ്റെ മോച്ചായ ഉണ്ടെങ്കിലോ, അപ്പം ഞാൻ മരിച്ചു പോയാലും നിനക്കെന്നെ കണ്ടൂടെ? ആൺകുട്ടിയാണെങ്കിലോ? അത് ആയിക്കോട്ടെ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഈ സീനൊന്നും എൻ്റെ മോളുടെ അടുക്കെ വർക്കൗട്ട് ആവില്ലെന്ന്. പോട്ടെ, ട്രെയിൻ മിസ്സാവും. അതാ എന്താ വർക്കൗട്ട് ആയ? ഒരു രക്ഷയില്ല. അപ്പൊ അതും പ്ലിങ്. ഒന്ന് വിളിച്ചു നോക്ക് മനുഷ്യ. കിട്ടണ്ടേ? വിളിക്കാം. അല്ല, അമ്മ ഇന്ന് നിന്നിട്ട് നാളെ പോകുന്നല്ലേ പറഞ്ഞേ? വേണ്ട മോളെ, ഇനി ഇവിടെ നിന്നാലേ ഷുഗർ മാത്രമല്ല പ്രഷറും കൂടും. നമുക്ക് പോകാം. അപ്പോ പറഞ്ഞതുപോലെ ദൈവം നല്ല ബുദ്ധി തോന്നിക്കട്ടെ. വിൻസെന്റെ, ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഉറങ്ങാം. ശരി, എന്നാ കാണാം. പോട്ടെ.
ബൈ. ബൈ ബൈ. അപ്പൊ ഞങ്ങൾ ഇറങ്ങണം. ശരി. ആ നമുക്ക് പോവാം. പോട്ടെ മോനെ. ഓ അമ്മ ഇറങ്ങാം കേട്ടോ. പോട്ടെ മോനെ. എല്ലാരും പോയപ്പോ എന്തൊരു സമാധാനം. എടി എടി. ഞാൻ വിചാരിച്ചത് അമ്മച്ചേനെ കാലം പിടിച്ച് നിലത്തടിക്കണം. എന്നാലും നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയണ്ടില്ലായിരുന്നു. ഞാനത് നൈസായിട്ട് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എപ്പോഴാലും പറയേണ്ട കാര്യല്ലേ. അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരും മാത്രം. നമുക്ക് ഡ്യൂട്ടി ഷെയർ ചെയ്യണം കേട്ടോ. മൺഡേ ഞാൻ കുക്ക് ചെയ്യാം, ട്യൂസ്ഡേ നീ, പിന്നെ അങ്ങനെ 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 ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുക്ക് ചെയ്യാം. അയ്യോ അപ്പൊ ആഴ്ചയിൽ 4 ദിവസം നീ കുക്ക് ചെയ്യോ? അതൊന്നും കുഴപ്പമില്ല. നീ സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ cheers. ഫസ്റ്റ് സിനിമ ചിയേഴ്സ്. ഒന്ന് വേഗം ആക്കിയേ. 5 minutes. അതെ, ആ ക്ലിന്റിന് ഒരു റോൾ കൊടുക്കണേ. ഇത് അറിഞ്ഞപ്പോ മുതൽ ഒരു സമാധാനം തരുന്നില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓ ജാട, ഒടുക്കത്തെ ജാട. ചെറുതായിട്ട്. ആ പാപ്പാ. ഏ? 12 വർഷം മുൻപുള്ള മീറ്റു കേസിൽ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിൽ. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഇയാളുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആകാനിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അറസ്റ്റ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കലൂർ സ്വദേശിനിയാണ് പീഡനം ആരോപിച്ചിരിക്കുന്നത്. നീ ഇത് പിടിച്ചേ. വന്നേ. ആ അതാണ്. എടോ, തൻ്റെ ബേബിക്കുട്ടൻ വരൂടോ.